ഹായ് ഹലോ എയ്റ്റിയാണ്. അങ്ങനെ ഇന്ന് നമുക്കങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. കാലത്ത് എണീറ്റപ്പോൾ എന്നെ ആൾ വിളിച്ചു. അത് ഇന്ന് പണിയില്ല, മഴയാണ്, കിടന്നുറങ്ങിക്കോ, ഒക്കെ ശരിയാണ്. അപ്പോൾ എന്താ പ്ലാനിങ് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് നമുക്ക് അമ്പലത്തിൽ പോവാം. അപ്പം അതിന് ഉള്ള പരിപാടിയൊക്കെ നോക്കി ചടപട എണീച്ചു, കുളിച്ച് സെറ്റായി, ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇറങ്ങി അമ്പലത്തിൽ. ഇറങ്ങുമ്പോൾ മഴ ഒന്നും ഉണ്ടായിരുന്നില്ല, നല്ല സുഖമായിരുന്നു. ഞാൻ വിചാരിച്ചൊന്നും മഴയും പെയ്യില്ല, സുഖമായിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാലത്ത് എണീക്കണപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് മഴയൊക്കെ തുറന്നപ്പോൾ സുഖമായിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വണ്ടി എടുത്ത് പോയി പകുതി എത്തുമ്പോഴേക്കും ദൈവം സർറുണ്ട് മഴ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ കൂട്ടിട്ടു, ചട്ടപ്പെട്ട് വെച്ചിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ചുറ്റോറം വരം വയ്ക്കുമ്പോൾ ആകെ നനഞ്ഞ് കുളിച്ച് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് അങ്ങനെ തൊഴുതിറങ്ങി. കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഹാപ്പിയായി. അങ്ങനെ ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ വേറെ പരിപാടി പ്ലാനിങ് ഒന്നുമില്ല. പിന്നെ കൂട്ടുകാരൻ വിളിച്ചു, വാ കുന്നോളം പോവുക, ഫോണിൻ്റെ ഡിസ്പ്ലേ മാറ്റാൻ പറഞ്ഞു. എന്നാൽ വാ പോവുക, വേറെ പരിപാടിയൊന്നുമില്ല. നേരെ വണ്ടി എടുത്തിട്ട് കുന്നോളം പോയിട്ട് വന്നിട്ട് വരുമ്പോഴേക്കും ഒരു സന്ധ്യയൊക്കെ ആയി. കാരണം ഡിസ്പ്ലേ മാറ്റി. അങ്ങനെ പിന്നെ അവിടെ കുറച്ച് നേരം ഒന്ന് കറങ്ങി. കാലം കുറേ കുന്നോളം, ഇവൻ ഗൾഫിലായിരുന്നു, നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ കുറച്ചായിട്ടില്ല. അപ്പോൾ അവനായിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുന്നോളത്ത് ഇങ്ങനെ കുറച്ച് നേരം നടന്നു. ഒരു സന്ധ്യയാകുമ്പോൾ നേരെ പാടത്തേക്ക് പോയി. പാടത്തെത്തുമ്പോഴേക്കും നല്ല അപ്പോഴേക്കും ഉഷാറ് മഴ ഇങ്ങനെ കാച്ചിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സന്ധ്യ സമയത്ത് ഈ പാടത്ത് വന്നിരിക്കാൻ നല്ല വൈബ്. അത് കക്കനാത്ത് പാടം എന്ന് പറയും. പാടത്ത് വന്നിരിക്കാൻ ഭയങ്കര പ്രത്യേക ഒരു വൈബാണ്. കാരണം പാടത്ത് ഒരു മൂലക്കിലിങ്ങനെ അവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്, അങ്ങോട്ട് നീങ്ങിയിട്ടൊരു അമ്പലം ഉണ്ട്. അവിടെ അമ്പലത്തിൽ ഇങ്ങനെ പാട്ട് വയ്ക്കും. പാട്ട് വെച്ചിട്ട് അത് കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക, എന്ത് രസമാണെന്ന് അറിയാം. ഞാനും മറ്റൊരു ആനന്ദും കൂടിയിട്ട് പോയിട്ട് ഇങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു ഇങ്ങനെ ആ വൈബ് അങ്ങനെ ആസ്വദിച്ചു. അപ്പം അങ്ങനെ ഇന്നലെ പാട്ട് ഇങ്ങനെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എന്ത് രസമാണെന്ന് അറിയുമോ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പാട്ട് കേൾക്കാൻ. പ്രത്യേക ഒരു ഫീൽ, ഒരു പോസിറ്റീവ് എനർജി. അങ്ങനെ അതും കേട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മടങ്ങി. പാട്ട് ഞാൻ കേൾപ്പിച്ചുതരാം. ശരി, ചെറുങ്ങനെ കേൾക്കാണ്ട് ഞാൻ കേൾപ്പിച്ചുതരാം. അപ്പോൾ ശരി.